നഗരത്തിൽ മീറ്റർ നിരക്കിൽ ഓട്ടോ സർവീസ് ആവശ്യപ്പെട്ടതിനെ തുടർന്ന് ഓട്ടോ ഡ്രൈവറും മറ്റ് തൊഴിലാളികളും ചേർന്ന് യുവാവിനെ ഭീഷണിപ്പെടുത്തുകയും ആക്രമിക്കാൻ ശ്രമിക്കുകയും ചെയ്തതായി പരാതി. അങ്കമാലിയിലെ യൂസ്ഡ് കാർ സംരംഭകനും മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഡോക്ടറേറ്റ് ജേതാവുമായ ഡോക്ടർ ധനേഷിനാണ് ചാലക്കുടിയിൽ വെച്ച് ദുരനുഭവം ഉണ്ടായത്. സംഭവത്തിൽ നടപടി ആവശ്യപ്പെട്ട് ഇദ്ദേഹം ചാലക്കുടി പോലീസിനും മോട്ടോർ വാഹന വകുപ്പിലും പരാതി നൽകി. ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 2:15 സംഭവമുണ്ടായത്. ജോലി ആവശ്യത്തിനായി ചാലക്കുടിയിലെത്തിയ ധനേഷ് സ്വകാര്യ ബസ് സ്റ്റാൻഡിൽ നിന്ന് ഏകദേശം 1 കിലോമീറ്റർ അകലെയുള്ള മാരുതി സർവീസ് സെന്ററിലേക്ക് പോകുന്നതിനായി ഇലക്ട്രിക് ഓട്ടോറിക്ഷ വിളിക്കുകയായിരുന്നു. വാഹനം പുറപ്പെടുന്ന സമയം മീറ്റർ ഇടാൻ ആവശ്യപ്പെട്ടെങ്കിലും ഡ്രൈവർ തയ്യാറായില്ല. തുടർന്ന് ധനേഷ് മൊബൈൽ ഫോണിൽ ദൃശ്യങ്ങൾ പകർത്താൻ തുടങ്ങിയതോടെ ഡ്രൈവർ മീറ്റർ ഇട്ടെങ്കിലും മീറ്റർ നിരക്കിനേക്കാൾ കൂടുതൽ തുക നൽകിയാൽ മാത്രമേ യാത്ര തുടരാൻ അനുവദിക്കൂ എന്ന് വാശി പിടിക്കുകയും ചെയ്തു. ഇത് ചോദ്യം ചെയ്തതോടെ ഡ്രൈവർ ഓട്ടോറിക്ഷ തിരികെ സ്റ്റാൻഡിലേക്ക് കൊണ്ടുപോവുകയും മറ്റ് തൊഴിലാളികളെ സംഘടിപ്പിച്ച് ധനേഷിനെ തടഞ്ഞുവെച്ച് അസഭ്യം പറയുകയും ചെയ്തു. ഓട്ടോയിൽ കയറി ഏകദേശം 20 മീറ്റർ മാത്രം മുന്നോട്ട് പോയ തന്നോട് മൊബൈൽ ഫോൺ തല്ലിപ്പൊട്ടിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ഭയം സൃഷ്ടിച്ച് 30 രൂപ നിർബന്ധപൂർവ്വം വാങ്ങിച്ച് വിട്ടയക്കുകയുമായിരുന്നുവെന്ന് ധനേഷ് നൽകിയ പരാതിയിൽ പറയുന്നു. മോട്ടോർ വാഹന വകുപ്പിനോ പോലീസിനോ പരാതി നൽകിയാലും തങ്ങൾക്കെതിരെ യാതൊരു നടപടിയും ഉണ്ടാകില്ലെന്ന് തൊഴിലാളികൾ പരസ്യമായി ഭീഷണിപ്പെടുത്തിയെന്നും അങ്കമാലിയിലെ നിയമങ്ങൾ ചാലക്കുടിയിൽ നടപ്പിലാക്കാൻ കഴിയില്ലെന്ന് അധിക്ഷേപിച്ചതായും പരാതിയിലുണ്ട്. നഗരപ്രദേശങ്ങളിൽ മീറ്റർ നിരക്കിൽ മാത്രമേ സർവീസ് നടത്താവൂ എന്ന നിയമം നിലനിൽക്കെയാണ് ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നത്. ധനേഷിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ചാലക്കുടി പോലീസും മോട്ടോർ വാഹന വകുപ്പും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. നഗരത്തിൽ യാത്രക്കാരോട് മോശമായി പെരുമാറുകയും അമിത കൂലി ഈടാക്കുകയും ചെയ്യുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. അതിക്രമത്തിന് ഇരയായ യുവാവിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്. നമസ്കാരം, ഞാനിപ്പോൾ നിൽക്കുന്നത് ചാലക്കുടി പോലീസ് സ്റ്റേഷന്റെ ഫ്രണ്ടിലാണ്. ഇന്ന് ഉച്ചയ്ക്ക് നടന്നൊരു സംഭവമായിട്ട് പറയാനായിട്ടാണ് ഇത് നിൽക്കുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് 2:15 ഞാൻ ജോലി സംബന്ധമായിട്ട് ചാലക്കുടി പ്രൈവറ്റ് സ്റ്റാൻഡിൽ വന്ന് അങ്കമാലി ഭാഗത്തു നിന്നും വന്ന് ബസ് ഇറങ്ങുകയും കസൻ സ്കൂളിന്റെ ഭാഗത്തുള്ള തൊട്ടടുത്തുള്ള മാരുതി സർവീസ് സെന്റർ സ്റ്റാർ മാരുതി ഗാരേജിൽ എൻ്റെ കാർ എടുക്കാനായിട്ട് ഞാൻ പോവുകയുമാണ് ഉണ്ടായത്. അപ്പോൾ അതുവരെ ഓട്ടോ വിളിക്കുകയും ഓട്ടോ സ്റ്റാർട്ട് ചെയ്തപ്പോൾ മീറ്റർ ഓൺ ചെയ്യാൻ ഞാൻ പറയുകയും ചെയ്തു. അപ്പം താൻ ഏത് നാട്ടുകാരനാണ്, ഇവിടെ മീറ്റർ ഇട്ട് ഓടില്ല എന്ന് ഡ്രൈവർ എൻ്റെ അടുത്ത് പറയുകയും മീറ്റർ ഇടില്ല എന്നും പറഞ്ഞു. ഞാൻ വീഡിയോ റെക്കോർഡ് ചെയ്ത് കണ്ടപ്പോൾ ആൾ പെട്ടെന്ന് മീറ്റർ ഓൺ ചെയ്തു. മീറ്റർ ഓൺ ചെയ്ത ശേഷം മീറ്റർ ചാർജിൽ കൂടുതൽ തന്നാൽ മാത്രമേ അവിടെ ഇറക്കി വിടുകയുള്ളൂ എന്ന് പറഞ്ഞു എൻ്റെ അടുത്ത്. അപ്പോൾ മീറ്റർ ചാർജിൽ കൂടുതൽ തരില്ല എന്ന് ഞാൻ പറയുകയും അപ്പം തന്നെ ഏകദേശം ഒരു 20 മീറ്ററാണ് ഓട്ടോ പോയിട്ടുള്ളൂ. ജസ്റ്റ് യു ടേൺ എടുത്ത് ചാലക്കുടി ഫ്ലൈ ഓവറിൻ്റെ അണ്ടർപാസിൽ കൊണ്ടുപോയിട്ട് ആൾ ബാക്കിയുള്ള ആൾക്കാരെല്ലാം വിളിച്ചു കൂട്ടി എന്നെ ഒരുപാട് ചീത്ത വിളിക്കുകയും കയ്യേറ്റം ചെയ്യുകയും ആക്രമിക്കാൻ വരികയും ഉണ്ടായി. അപ്പോൾ ഞാൻ പെട്ടെന്ന് എടുത്ത് വീഡിയോ റെക്കോർഡ് ചെയ്യാനായിട്ട് എടുത്ത് ഫോൺ തല്ലിപ്പൊട്ടിക്കും എനിക്ക് തോന്നിയപ്പോൾ ഞാൻ അവിടെ നിന്ന് പോകാൻ നിന്നപ്പോൾ നീ എവിടെ പോകുന്നു, 30 രൂപ കൊടുത്തിട്ട് പോയാൽ മതി എന്നാണ് പറഞ്ഞത്. സർവീസ് ചെയ്യാതെ തന്നെയാണ് പൈസ കൊടുക്കാൻ പറഞ്ഞത്. മീറ്റർ ഇട്ടിട്ട് പോകാൻ വേണ്ടി പറഞ്ഞതിനാണ് ഇത്രയും കാണിച്ചു കൂട്ടിയത്. അപ്പോൾ അവിടെയുള്ള കണ്ടാലറിയാവുന്ന ആൾക്കാർക്കെതിരെ സ്റ്റേഷനിൽ പരാതി ആദ്യം ഫസ്റ്റിനെ ഞാൻ പോയിട്ടുള്ള ജോയിന്റ് RTOയുടെ അടുത്താണ് പോയത് പരാതിയുമായിട്ട്. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനത്തെ കയ്യേറ്റം ചെയ്യുകയും പിടിച്ച് തള്ളുകയും എല്ലാം ചെയ്തുകൊണ്ട് തന്നെ സ്റ്റേഷനിൽ തെറി വിളിച്ചതിനും സ്റ്റേഷനിൽ ഒരു പരാതി കൊടുക്കാനും പറഞ്ഞു. അപ്പോൾ അതേ സമയത്തെടുത്ത് ഞാൻ സ്റ്റേഷനിലും വരികയാണ് ഉണ്ടായത്. അങ്കമാലിയിൽ ചിലപ്പം അങ്ങനെ പോകുന്നുണ്ടാവും, ഓട്ടോ മീറ്റർ ഇട്ട് പോകുന്നുണ്ടാവും, പലയിടത്തും പോകുന്നുണ്ടാവും. ചാലക്കുടിയിൽ അങ്ങനെ പോവില്ല എന്നാണ് ഇവർ പറഞ്ഞിരിക്കുന്നത്. നീ എവിടെ വേണമെങ്കിലും പോയി കേസ് കൊടുത്തോ, വെഹിക്കിളും പോലീസുകാരും അടക്കം ഇവിടെ ഞങ്ങളുടെ ഓട്ടോയിൽ കയറിയിട്ട് മീറ്റർ ഇടാൻ പറയില്ല, പിന്നെ നിനക്ക് എന്താണ് ഇത്ര ഡാഷ് 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 അങ്ങനെയുള്ള ഒരുപാട് തെറികളാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ വീഡിയോ റെക്കോർഡിങ്സ് കുറച്ചൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. അതും എല്ലാം കൂടിയിട്ട് കാണിച്ചിട്ടാണ് RTO ഓഫീസിലും പരാതി കൊടുത്തത്, പോലീസ് സ്റ്റേഷനിലും പരാതി കൊടുത്തത്. ഈ 2 ഭാഗത്തു നിന്ന് വളരെ നല്ല സമീപനമായി ഉണ്ടായിട്ടുള്ളത്. ജോയിന്റ് RTOയുടെ ഭാഗത്ത് രാജേഷ് സാർ ആണെങ്കിലും ആ പരാതി സ്വീകരിച്ച് അപ്പം തന്നെ വേണ്ട നടപടി എടുക്കാനായിട്ടുള്ള കാര്യങ്ങളെല്ലാം പറയുകയും ചെയ്തു. AMVമാരും അതുപോലെ തന്നെ ചെയ്യുകയും ചെയ്തു. അതുപോലെ തന്നെ സ്റ്റേഷന്റെ ഭാഗത്തു നിന്നാണെങ്കിലും SI വളരെ മെച്യൂരിറ്റിയോടുകൂടി കാര്യങ്ങളെ അതിൻ്റെതായ രീതിയിൽ കൈകാര്യം ചെയ്ത് അവരെ വിളിച്ച് സംസാരിക്കുക എല്ലാം ചെയ്തു. എന്നിട്ട് ബാക്കി പ്രൊസീഡ് ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഇന്ന് നടന്ന ഒരു സംഭവം. താങ്ക് യു.